സബ്ജക്റ്റ് പ്ലസ് വെർബ് ing, സബ്ജക്റ്റ് പ്ലസ് വെർബ് ing, വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ing പ്ലസ് വെർബ് പ്ലസ് മാത്രമേ ഉള്ളൂ. എടാ ഫാസിലെ, ഇതിലെന്താടാ കൂട്ടാൻ മാത്രമേ ഉള്ളൂ, കുറക്കാനൊന്നുമില്ലേ? അല്ല, നീ ഇപ്പം മാത്സാ നോക്കുന്നത്? മാത്സ് അല്ലാടാ, ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ കൂട്ടാനോ? അതൊക്കെ ഒരുപാടുണ്ടല്ലോ കൂട്ടാൻ. നോക്കട്ടെ, ഇവിടെ വാ. ഇവിടെ നോക്കട്ടെ. ഇതാ സുഹൃത്തെ, ഇത് ടെൻസ് അല്ലേ? ടെൻസാണ്, അത് തന്നെയാണ് പ്രശ്നം. കുറേ കാലമായില്ലേ ഈ ടെൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ടെൻസ് നന്നായി പഠിക്കട്ടോ. ടെൻസാണ് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. എന്തായാലും നീ പഠിക്ക്, ഞാനിവിടെ ഇരിക്കുക. നീ പഠിക്ക്, ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. ഈ ടെൻസ് എല്ലാം കൂടി പഠിച്ചപ്പോൾ എന്തോ ഒരു ടെൻഷൻ പോലെ, ഒന്ന് കിടന്നോക്കട്ടെ. Why are you sleeping here? Dead time is coming. You don't know how much time to us. Get up, come on. Get up. നിങ്ങൾ ഇവിടെ പഠിക്കായിരുന്നില്ല? എന്ത് സംഭവിച്ചത്? ടെൻസ് പഠിച്ച് വെള്ളത്തിലായി പോയതാ ചേട്ടാ. എന്ത് ടെൻസ് പഠിച്ച വെള്ളത്തിൽ വീയോ? ഈ ടെൻസ് ഒന്ന് കരകയറാൻ രക്ഷയില്ലേ? ഞാൻ കര കയറ്റി തരാം, വളരെ എളുപ്പമായി എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. സുഹൃത്തുക്കളെ, ഒട്ടുമിക്ക അല്ലെങ്കിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും വലിയ പ്രയാസം വരുന്ന ഒരു മേഖലയാണല്ലോ ഇംഗ്ലീഷ്. അതുതന്നെയാണ് നമ്മൾ ഇവിടെ കാണുകയും ചെയ്തത്, അല്ലേ? ഒരുപാട് കുട്ടികൾ പറയാറുണ്ട്, സാർ ഇംഗ്ലീഷിൽ മാർക്ക് കരസ്ഥമാക്കാൻ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പല ചോദ്യം കാണുമ്പോഴും ഞങ്ങൾക്ക് ഏതാന്ന് പോലും മനസ്സിലാകുന്നില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യാവസ്ഥ ഒട്ടുമിക്ക മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷിൽ കണ്ടുവരാറുണ്ട് പല ഉദ്യോഗാർത്ഥികളുടെ ഇടയിലും. അതിനൊക്കെ വളരെ നിസാരമായിട്ട് നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റാൻ ഒതുങ്ങുന്ന ഒരു തരത്തിലുള്ള ഒരു ശൈലിയാണ് ഇനി ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് നോക്കൂ, ഈ മത്സര പരീക്ഷകളിലെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ +2 ലെവലിൽ 20 മാർക്കിനും ഡിഗ്രി ലെവലിൽ 10 മാർക്കിനുമാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഇംഗ്ലീഷ് നമ്മൾ അവഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ ബുദ്ധിമുട്ടാവും. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിലെ എളുപ്പവഴി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. ഓക്കെ ആണല്ലോ? അപ്പോൾ മത്സര പരീക്ഷകളിലെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ ടോപ്പിക്കുകളിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായത് നിങ്ങളിന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയ ടെൻസ് തന്നെയാണ്, അല്ലേ? ടെൻസ് വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അപ്പോൾ ഈ ടെൻസിൽ നിന്ന് 2 മാർക്കിന് വരെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട്, അത് പതിവാണ്. പക്ഷേ ഈ ടെൻസിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കുമ്പോൾ അതിൽ 1 മാർക്ക് കരസ്ഥമാക്കുന്നവരുണ്ട്, 2 മാർക്ക് കരസ്ഥമാക്കുന്നവരുണ്ട്, ഒറ്റ മാർക്ക് കിട്ടാത്തവരുമുണ്ട്. കാരണം അത് ഒറ്റ മാർക്ക് പോലും കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇംഗ്ലീഷ് അവർ മോശമായിട്ടൊന്നല്ല, അവരത് ഏത് ടെൻസാന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥയാണ് അവർക്ക് ആ സമയത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ടെൻസ് എന്ന് പറഞ്ഞാൽ കാലം എന്നാണ്. എന്താണ് മക്കളെ? കാലം. ഈ കാലം പ്രധാനമായും 3 വിധമാണ്. നമുക്കറിയാം, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം. നമുക്കറിയാം, വർത്തമാനകാലത്തെ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്നാണ് പറയുക. എന്താണ് പറയുക? പ്രസൻറ്റ് ടെൻസ്. ഭൂതകാലത്തെ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുക, ആണല്ലോ. ഭാവി കാലത്തെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയുക, ആണോ? ഈ പ്രധാനപ്പെട്ട 3 കാലത്തിനും 4 വിഭാഗങ്ങളുണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ പ്രസൻറ്റ് ടെൻസിന് എത്ര വിഭാഗം ഉണ്ടാവും? 4. പാസ്റ്റ് ടെൻസിന് എത്ര വിഭാഗം ഉണ്ടാകും? 4. ഫ്യൂച്ചർ ടെൻസിന് എത്ര വിഭാഗം ഉണ്ടാകും മക്കളെ? 4 ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പോൾ ടോട്ടൽ ടെൻസ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയും, 12 ടെൻസാണ്, അല്ലേ? ഈ 12 ടെൻസിൽ നമുക്ക് പ്രധാനമായും
11 ടെൻസ് പഠിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ മത്സര പരീക്ഷകളിൽ 2 ചോദ്യം നിങ്ങൾ കാണുമ്പോൾ ഈ 11 ടെൻസിലെ ഏതെങ്കിലും 2 ടെൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാകുക. അവിടെയാണ് നിങ്ങൾ ഈ എളുപ്പമായി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ മുൻപിൽ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന നിങ്ങളുടെ മുൻപിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ടെൻസ് ഭാഗത്തിൽ നിന്ന് ചോദ്യം വന്നപ്പോൾ അത് ഏത് ടെൻസാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു കുട്ടി ഉത്തരത്തിലോട്ടെത്തുന്നത്. പൊതുവേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ കുഞ്ഞുനാൾ തൊട്ടേ ടെൻസ് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ തൊട്ടേ നമ്മൾ ടെൻസ് പഠിച്ചിട്ടുണ്ട്. നമ്മളതിൻ്റെ ഫോം ഇങ്ങനെ പഠിച്ചു പോകും. എന്താണ് ആ ടെൻസ്, ആ ടെൻസിൻ്റെ യൂസേജ് എന്താണെന്ന് പോലും നമുക്ക് പല ആളുകൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ വസ്തുത. അപ്പോൾ ഒരു കാര്യം പറയും, ഏത് ചോദ്യം കാണുമ്പോഴും അത് ഏത് ടെൻസാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു കുട്ടി ഏത് ടെൻസാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ ടെൻസിൻ്റെ ഫോം മനസ്സിലേക്ക് വരണം. ഇത് രണ്ടും ഒരുപോലെ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു ടെൻസ് ഏതാണ്, അതിൻ്റെ ഫോം മനസ്സിലോട്ട് വരണം. പല കുട്ടികളുടെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ചില കുട്ടികൾക്ക് ടെൻസ് ഏതാണെന്നറിയില്ല, ഫോം അറിയാം. ഇതാണ് ഒരു വിഭാഗം കുട്ടികൾക്ക്. തന്ന ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ തന്ന ചോദ്യം ഏത് ടെൻസാന്ന് ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ഫോമുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കാര്യമില്ല. ഇനി രണ്ടാമത്തെ വിഭാഗത്തെ കുട്ടികളെ ഞാൻ പറഞ്ഞുതരാം. അവർക്ക് ടെൻസ് എന്താണെന്നറിയാം, ഈ തന്ന ചോദ്യം ഇന്ന ടെൻസാന്ന് മനസ്സിലാവും, പക്ഷേ അതിൻ്റെ ഫോം അറിയില്ല. അങ്ങനെ കുട്ടികളുണ്ട്, അപ്പോഴും മാർക്ക് കിട്ടില്ല. ഇനി മാർക്ക് കിട്ടുന്ന ഉദ്യോഗാർത്ഥികളുടെ വിഭാഗം ഞാൻ പറഞ്ഞുതരാം. തന്ന ചോദ്യം ഏത് ടെൻസാണെന്നും അറിയാം, ആ ടെൻസിൻ്റെ ഫോം ഇന്നതാണ് എന്നും അറിയും. അത്തരം കുട്ടികൾക്ക് മാത്രമേ എന്ത് ചെയ്യുന്നത്, മാർക്ക് കിട്ടുന്നത്. ഈ ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ വിവരണത്തിലൂടെ ഞാനിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് തന്നെ, നിങ്ങൾക്ക് പഠിപ്പിക്കാനും നിങ്ങൾക്ക് പറഞ്ഞ് തരാനും ശ്രമിക്കുന്നത് അത് തന്നെ. നിങ്ങൾ ഈ രീതി ഫോളോ ചെയ്താൽ എളുപ്പത്തിൽ നിങ്ങൾക്കതിൽ നിന്ന് മാർക്ക് നേടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമുക്ക് തുടങ്ങിയല്ലേ ടെൻസ്, വളരെ ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാം. ടെൻസിൽ ടെൻഷൻ വേണ്ട. എന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ടെൻസായ ഫ്യൂച്ചർ പെർഫെക്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വിളിച്ചു വരുത്തുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റിലോട്ടാണ്. ഓക്കെ അല്ലേ? അല്ല, ടെൻസ് തുടങ്ങുന്നത് സിമ്പിൾ പ്രസൻറ്റിലല്ലേ? ശരിയല്ലേ? അതൊരു സ്വാഭാവികമായിട്ടും കുട്ടികളിൽ വരുന്ന ഒരു സംശയമാണ്, സിമ്പിൾ പ്രസൻറ്റ് വെച്ചിട്ടല്ല തുടങ്ങാന്നുള്ളത്. സത്യത്തിൽ ആ സംശയം വളരെ ഒതൻറ്റിക്കലാണെന്നൊക്കെ ഓക്കെയാണ്. പക്ഷേ എല്ലാവരും സിമ്പിൾ പ്രസൻറ്റ് തൊട്ട് അവസാനത്തിലോട്ടാണ് വരിക. പക്ഷേ ഈ ക്ലാസ്സിലൂടെ ഞാൻ ശ്രമിക്കുന്നത് അവസാനത്തിൽ നിന്ന് ഫസ്റ്റിലോട്ട് വരാനാണ്. മനസ്സിലായോ? അവസാനത്തിൽ നിന്ന് ഫസ്റ്റിലോട്ട് വരാനാണ്. അപ്പോൾ അവസാനത്തെ ടെൻസാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് പഠിച്ചു തുടങ്ങാം. അതെ, ആദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. ഒന്നുകൂടി പറയട്ടെ, ഏതാ ടെൻസ് പഠിക്കുന്നത്? പറ. ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്താ ഫോം? പറ. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. അവിടെ വിൽ ഓർ ഷാൾ എന്ന് പറഞ്ഞാൽ ആസ് യുവർ ലൈക്ക്, നിങ്ങളെ ഇഷ്ടമാണ്. വില്ലും കൊടുക്കാം, ഷാളും കൊടുക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഓപ്ഷൻ. ഗെറ്റ് മീ വാട്ട് ഐ എം ടെല്ലിങ്? അപ്പോൾ വിൽ ഹാവ് എന്ന് പറയാം, ഷാൾ ഹാവ് എന്ന് പറയാം. അതിനോട് ചേരേണ്ട വേർബ് ഏതാ? തേർഡ് ഫോം ഓഫ് ദ വേർബ്. വേർബിന് 3 രൂപങ്ങളുണ്ട്. ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബ്, സെക്കൻഡ് ഫോം ഓഫ് ദ വേർബ് ആൻഡ് ദ തേർഡ് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം കിട്ടി അല്ലേ? ഇനി നമ്മൾ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഈ ചോദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അത് മനസ്സിലാകാത്ത അവസ്ഥയാണ് ഞാൻ തുടക്കം തന്നെ നിങ്ങൾക്ക് വിവരിച്ചു തന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം നിങ്ങൾ പഠിച്ചു. ഇനി തന്ന ചോദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലായാൽ പോരെ? വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ചോദ്യം നോക്കേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു ചോദ്യം നിങ്ങൾക്ക് തരുമ്പോൾ ആ ചോദ്യത്തിൽ ബൈ എന്താണ്? BY അല്ലെങ്കിൽ ബൈ ദ ടൈം ഏതും പറ്റൂട്ടോ. ഒന്ന് പറ. ബൈ അല്ലെങ്കിൽ ബൈ ദ ടൈം പ്ലസ് ഫ്യൂച്ചർ. യെസ് ഓർ നോ? ബൈ പ്ലസ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ബൈ ദ ടൈം പ്ലസ് ഫ്യൂച്ചർ എന്നത് ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ ദ ടെൻസ് മസ്റ്റ് ബി ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ചില ആളുകൾക്ക് ഞാൻ ബൈ പ്ലസ് ഫ്യൂച്ചർ അല്ലെങ്കിൽ ബൈ ദ ടൈം പ്ലസ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞപ്പോൾ എത്ര ഈ സാറ് പറഞ്ഞത് എന്താ ഇപ്പോൾ ഇത് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ സംശയം ഉണ്ടാവും. എന്താണോ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ?
ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി. അപ്പോൾ ഇന്നലെ എന്നുള്ളത് എന്താണ്? ഭാവിയാ? കഴിഞ്ഞ ആഴ്ച എന്നുള്ളത് ഭാവിയാ? അല്ല. നാളെ എന്നുള്ളത് എന്താ? ഭാവിയല്ലേ? മറ്റന്നാളെ ഭാവി. അടുത്ത വർഷമോ? പറ. ഭാവി. നാളെ 7:30 മണി എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി ആണോ? ഇതൊക്കെയാണ് ഭാവി എന്ന് ഉദ്ദേശിച്ചത്. അതിൻ്റെ മുമ്പിൽ എന്ത് വന്നാൽ മതി? പറ. ബൈ അല്ലെങ്കിൽ ബൈ ദ ടൈം. അപ്പോൾ ഉദാഹരണം നോക്ക്. ബൈ 2022 കണ്ടാ നിങ്ങൾ? എന്താ സാധനം? പറ. ബൈ പ്ലസ് ഫ്യൂച്ചറാണ് അല്ലേ? അടുത്ത് ബൈ ദ ടൈം ടുമോറോ. എന്താ സാധനം? ടുമോറോ ബൈ പ്ലസ് ഫ്യൂച്ചർ അല്ലേ? ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഉപയോഗം തന്നിരിക്കുന്ന ചോദ്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. എന്താണ്? പറ. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇനി നമുക്കൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലെറ്റ് us സ്റ്റാർട്ട് ഫോർ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഓക്കെ അല്ലേ? എഴുതിയെടുത്തോളൂ കേട്ടോ, എഴുതാൻ മറക്കരുതേ. നോക്കിയോളൂ. ഐ ഡാഷ് എ ഗവൺമെൻറ് ജോബ് ബൈ 2022. ഒന്നുകൂടി പറയട്ടെ. ഐ ഡാഷ് എ ഗവൺമെൻറ് ജോബ് ബൈ 2022. അവിടെ നിങ്ങൾ ആ ചോദ്യം കണ്ടില്ലേ? ഇങ്ങനെയാണ് PSC ചോദിക്കുന്നത്. ഇങ്ങനെയാണെന്നല്ലട്ടാ, ഇത് PSC ചോദിച്ച ചോദ്യമാണ്. അവിടെ നോക്കുക, ആ ചോദ്യത്തിൽ നിങ്ങൾ ബൈ 2022 എന്ന് കണ്ടോ? എന്താണ് ബൈ 2022 എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞതല്ലേ ബൈ പ്ലസ് ഫ്യൂച്ചർ ആണെന്ന്. അപ്പോൾ ബൈ പ്ലസ് ഫ്യൂച്ചർ വന്നാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫോം എന്താ? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 എഴുതിയെടുക്കുന്നില്ലേ? ശ്രദ്ധിക്കണം. ഇനി നോക്കൂ, ഓപ്ഷൻ നോക്കൂ കേട്ടോ. വിൽ, ഓപ്ഷൻ എ വിൽ അച്ചീവ്, ഓപ്ഷൻ ബി വിൽ ബി അച്ചീവ്ഡ്, ഓപ്ഷൻ സി വിൽ ഹാവ് അച്ചീവ്ഡ്, ഓപ്ഷൻ ഡി അച്ചീവ്ഡ്. അല്ലേ? ഇതിലേതായിരിക്കും ഉത്തരം? നിങ്ങൾ മനസ്സിൽ വെച്ച ഫോം ഏത് ഓപ്ഷനിലാണ് വരുന്നത്? എ ഓപ്ഷനാണോ, ബി ഓപ്ഷനാണോ, സി ഓപ്ഷനാണോ, ഡി ഓപ്ഷനാണോ? ഒന്ന് നോക്കിയേ, മനസ്സിലാവും മക്കളെ. ഒന്ന് നോക്കേ. ഓപ്ഷൻ സി ആണ് ഉത്തരം അല്ലേ? ആണോ? അപ്പോൾ നോക്കൂ, നമ്മളതൊന്ന് കൂട്ടി ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്. ഐ വിൽ ഹാവ് അച്ചീവ്ഡ് എ ഗവൺമെൻറ് ജോബ് ബൈ 2022. കണ്ട? അപ്പോൾ വിൽ ഹാവ് അച്ചീവ്ഡ് എന്ന് പറഞ്ഞാൽ വിൽ പ്ലസ് ഹാവ് പ്ലസ് V3. അച്ചീവ്ഡ് പറഞ്ഞാൽ V3 ഫോമാണ്. എന്തുകൊണ്ട് അത് നൽകി? ആ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തോട്ട് നോക്ക്. ബൈ 2022. ഓക്കെ, ഇങ്ങനെയാണ് PSC ചോദിക്കുക ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം നോക്ക്. പറയട്ടെ. മനു ഡാഷ് ഷേക്സ്പിയേഴ്സ് നോവൽ ബൈ ദ നെക്സ്റ്റ് ഇയർ. ഒന്നുകൂടി പറയട്ടെ. മനു ഡാഷ് ഷേക്സ്പിയേഴ്സ് നോവൽ ബൈ ദ നെക്സ്റ്റ് ഇയർ. ആ ചോദ്യത്തിൻ്റെ അവസാനത്തിലോട്ടൊന്ന് നോക്ക്. ബൈ ദ നെക്സ്റ്റ് ഇയർ എന്ന് കണ്ടോ? എന്താ ബൈ ദ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. കാരണം ബൈ പ്ലസ് ഫ്യൂച്ചറാണ് വന്നത്. ഓപ്ഷൻ എന്ന് പറഞ്ഞു നോക്കുക. ഓപ്ഷൻ എ റീഡ്സ്, ഓപ്ഷൻ ബി വിൽ ബി റെഡ്, ഓപ്ഷൻ സി പറയട്ടെ ഹാഡ് റെഡ്, ഓപ്ഷൻ ഡി വിൽ ഹാവ് റെഡ്. ആണോ? ഓപ്ഷൻ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. തന്ന ചോദ്യം ഏതാ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഏത് ഓപ്ഷനിലോട്ട് നിങ്ങൾ പോവാ? പറ. നിങ്ങൾ മനസ്സിലാക്കിയ ടെൻസ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതിൻ്റെ ഫോമും നിങ്ങൾ പഠിച്ചില്ലേ? രണ്ടും ഒരുമിച്ച് പരീക്ഷകളിൽ വരണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏത് ഓപ്ഷനിലോട്ടാണ് പോവുക? ഓപ്ഷൻ ഡി. വളരെ കറക്റ്റാണ്. ഇങ്ങനെ ഇത്രേ ഉള്ളൂ ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇതാണോ തെറ്റിക്കുന്നത്? എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ പല കുട്ടികളും തെറ്റിക്കുന്നുണ്ടല്ലോ എന്ന്. ഇനി അത് ഒരിക്കലും ഉണ്ടായിരുന്നു. ഇനി വരാനുള്ള പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് ചോദ്യം വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണമെങ്കിൽ ഇതാ ഈ ടെൻസ് ഇന്നതാണ്, അതിൻ്റെ ഫോം ഇന്നതാണ് എന്ന് നിങ്ങൾ പഠിച്ചെടുക്കൽ നിർബന്ധം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഞാനൊരു ചോദ്യം തരാം, നമ്മൾ ചെയ്യല്ലേ? ഓക്കെ അല്ലേ? ചോദ്യം നമ്പർ 1 നോക്കിക്കോളൂ. ഐ ഡാഷ് മൈ വർക്ക് ബൈ ദ ടൈം ടുമോറോ. ഒന്നുകൂടി.
ഐ ഡാഷ് മൈ വർക്ക് ബൈ ദ ടൈം ടുമോറോ. ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി അങ്ങനെ വിവരിക്കുന്നില്ല. ഓപ്ഷൻ എ വിൽ കംപ്ലീറ്റ്. ഓപ്ഷൻ ബി ഷാൾ ഹാവ് കംപ്ലീറ്റഡ്. ഓപ്ഷൻ സി വിൽ ബി കംപ്ലീറ്റഡ്. ഓപ്ഷൻ ഡി വെറും കംപ്ലീറ്റഡ്. ഏത് ഓപ്ഷനിലോട്ടാണ് പോവുക? ടെൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഏത് ഓപ്ഷനാ? ഓപ്ഷൻ ബി. ഏതാ? ഷാൾ ഹാവ് കംപ്ലീറ്റഡ്. ശരി ഉത്തരം. അപ്പോൾ കുട്ടി ഒന്ന് പറഞ്ഞു നോക്ക്. പറ. ഐ ഷാൾ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക് ബൈ ദ ടൈം ടുമോറോ. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് തന്നേ. ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്ന് നോക്ക്. പറയട്ടെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് അർജുൻ. രണ്ടാമത്തെ ചോദ്യം കേട്ടോ നിങ്ങൾക്ക് തരുന്നത്. അർജുൻ ഡാഷ് ഹിം ബൈ 7:30 AM ടുമോറോ. ഒന്നുകൂടി പറയാം. അർജുൻ ഡാഷ് ഹിം ബൈ 7:30 AM ടുമോറോ. കണ്ടാണ് നിങ്ങൾ? ബൈ 7:30 AM ടുമോറോ എന്ന് പറയുമ്പോൾ അത് ഏതാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് അല്ലേ? ഓപ്ഷൻ എ വിൽ മീറ്റ്. ഓപ്ഷൻ ബി വിൽ ഹാവ് മെറ്റ്. ഓപ്ഷൻ സി മെറ്റ്. ഓപ്ഷൻ ഡി ഹാഡ് മെറ്റ്. നിങ്ങൾ ഏതിലോട്ടാണ് പോവുക? ഓപ്ഷൻ ബി വിൽ ഹാവ് മെറ്റ്. അപ്പം എങ്ങനെ ആവും? അർജുൻ വിൽ ഹാവ് മെറ്റ് ഹിം ബൈ 7:30 AM ടുമോറോ. ഗെറ്റ് മീ? ആൻഡ് ദീസ് ഈസ് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇതേ മോഡലാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റിൽ നിന്ന്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയത് ഇത് മാത്രം. ഈ ടെൻസിൻ്റെ മനസ്സിലാക്കേണ്ട ടൈമിംഗ് വേർഡ്സ് അഥവാ ഈ മനസ്സിലാക്കേണ്ട ഹിൻറ്റ് ബൈ പ്ലസ് ഫ്യൂച്ചറാണ് അല്ലെങ്കിൽ ബൈ ദ ടൈം പ്ലസ് ഫ്യൂച്ചറാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് എന്നുള്ളതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇതാണ്. താങ്ക് യു. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ അടിസ്ഥാനമായ കാര്യം പഠിച്ചു. ഇനി നിങ്ങളെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാനൊരു ചോദ്യം തരട്ടെ. റെഡിയല്ലേ? ചോദ്യം ഇതാ, പിടിച്ചോ, എഴുതി വെച്ചോ. ദിസ് വർക്ക് ഡാഷ് ബൈ ടുമോറോ. ദിസ് വർക്ക് ഡാഷ് ബൈ ടുമോറോ. ഓപ്ഷൻ എഴുതിയെടുത്തോ. ഓപ്ഷൻ എ വിൽ കംപ്ലീറ്റ്. ഓപ്ഷൻ ബി വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഓപ്ഷൻ ഡി വിൽ ബി കംപ്ലീറ്റഡ്. ഇനി ഇതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബി. പറ. വിൽ ഹാവ് കംപ്ലീറ്റഡ് അല്ലേ? പറ. വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്നാണോ? അതെ. ഓപ്ഷൻ ബി അല്ലേ? ഇവിടെയാണ് നിങ്ങൾക്ക് പിഴവ് പറ്റിയത്. ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നൊരു പിഴവല്ല. ഒട്ടുമിക്ക കുട്ടികളും ഓപ്ഷൻ ബിയിലോട്ടാണ് പോവുക. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പോകേണ്ടത്. പക്ഷേ ഇവിടെ അതല്ല ആൻസർ. കാരണം നിങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് അപ്പോൾ ടെൻസ് മനസ്സിലായി, നിങ്ങൾക്ക് ഞാൻ ഉറപ്പിച്ചു. കാരണം എന്താ വെച്ചാൽ ബൈ ടുമോറോ ആയിട്ടായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്തത്, വിൽ ഹാവ് കംപ്ലീറ്റഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ ചോദ്യത്തിന് അത് തെറ്റാണ്. അതിന് മാർക്ക് കിട്ടുകയില്ല. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്നാണ്. വ്യക്തമായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടോ, എന്തുകൊണ്ടാണ് സർ നിങ്ങൾ ഇതുവരെ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ സി ആയ വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് വരാൻ കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം ഒന്ന് വിശദീകരിച്ചാലും എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പറഞ്ഞുതരാം. ഞാൻ നിങ്ങൾക്ക് മുൻപ് തന്നതൊക്കെ വ്യക്തമായ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? എല്ലാത്തിനും സബ്ജക്റ്റ് ഉണ്ട്. ഈ ചോദ്യം ഒന്ന് നോക്കിയേ. ഈ ചോദ്യത്തിന് തുടക്കാരാ? പറ. ദിസ് വർക്ക് എന്നാണ് അല്ലേ? ഈ ദിസ് വർക്കിന് സ്വയം കഴിവ് പറ ഇല്ല. ഒരു വർക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുമോ? ഇല്ലല്ലോ.
മറ്റൊരാൾ എന്ത് ചെയ്യണം? പറയ്, അത് ചെയ്യണം. അതാണ് പറഞ്ഞത്, ഇറ്റ് ഹാസ് ടു ബി ഡൺ സംബഡി എൽസ്. മറ്റൊരാൾ അത് ചെയ്യേണ്ടതുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഒരു പരീക്ഷ, ഇപ്പോൾ UPSC വിളിച്ചു, UPSCൻ്റെ പരീക്ഷയ്ക്ക് നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലോട്ട് പോകും. അല്ലെങ്കിൽ LDCയുടെ ഡേറ്റ് വന്നു, LDCയുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ എവിടെയാണോ കിട്ടിയത് അങ്ങോട്ട് പോകും. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത്? പരീക്ഷ എഴുതുന്നത് നിങ്ങളാണ്, അല്ലേ? പരീക്ഷയ്ക്ക് സ്വയം കഴിവില്ല. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് മറ്റൊരാളാണ്, ആ വർക്കിന് സ്വയം കഴിവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഹാസ് ടു ബി ഡൺ സംബഡി എൽസ് എന്ന് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പാസീവിലാണ് പറയേണ്ടത്. ഇല്ല പറയണ്ടേ? പാസീവിൽ. അപ്പോൾ ഇത് ഏതാ ടെൻസ്? പറയ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഫോം എന്താ? വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം എടുക്കണം. ഏതെങ്കിലും ഒരു പാസീവ് ഫോം എടുത്തുകൊണ്ട് കാര്യമില്ല. തന്നിരിക്കുന്ന ടെൻസ് ഏതാ എന്ന് മനസ്സിലാക്കിയിട്ട് ആ തന്ന ടെൻസിൻ്റെ പാസീവാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഈ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ പാസീവ് ഫോം എന്ന് പറഞ്ഞാൽ വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ. കണ്ട, വിൽ ഹാവ് ബീൻ അല്ലെങ്കിൽ ഷാൾ ഹാവ് ബീൻ പ്ലസ് V3 ആണ് വരേണ്ടത്. അത് എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടത്? പറയുന്ന സബ്ജക്റ്റിന് സ്വയം കഴിവ് ഇല്ലെങ്കിൽ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. യെസ് ഓർ നോ? ഓക്കെ ആണോ? അതുകൊണ്ടാണ് വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ് എന്നായത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതേപോലെ വേറൊരു ചോദ്യം തരട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? തരട്ടെ. ചോദ്യം ഇതാ, ദ ഇനോഗ്രേഷൻ, എന്താ പറഞ്ഞേ? ദ ഇനോഗ്രേഷൻ dash by next year. ഓക്കെ ആണോ? ദ ഇനോഗ്രേഷൻ dash by next year. ഓപ്ഷൻ എ will conduct. ഓപ്ഷൻ ബി will have conducted. ഓപ്ഷൻ സി will be conducted. ഓപ്ഷൻ ഡി will have been conducted. പറ ടെൻസ് ഏതാ? ഫ്യൂച്ചർ പെർഫെക്റ്റ്. മനസ്സിലായി ആണല്ലോ? പക്ഷെ എൻ്റെ തുടക്കാരാ? പറ. ഇനോഗ്രേഷൻ. ഇനോഗ്രേഷൻ സ്വയം അങ്ങ് ചെയ്യുമോ? ഇല്ല, മറ്റൊരാൾ ചെയ്യണ്ടേ? അപ്പോൾ ഏതിൽ പറയണം? പാസീവിൽ പറയണം. ഏതാ ടെൻസ്? ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് പാസീവ് ഫോം എന്താ ഞാൻ പറഞ്ഞത്? പറ. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3. ആ ഒരു ഓപ്ഷൻ വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? വിൽ ഹാവ് ബീൻ കണ്ടക്റ്റഡ്. ദ ഇനോഗ്രേഷൻ വിൽ ഹാവ് ബീൻ കണ്ടക്റ്റഡ് ബൈ ദ നെക്സ്റ്റ് ഇയർ. ഡു യു ഗെറ്റ് മീ വാട്ട് ഐ എം ടെല്ലിങ്? ഇത്തരത്തിലുള്ള ചോദ്യം പലപ്പോഴും PSC ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഇനി തെറ്റിക്കാൻ പാടില്ല. സ്വയം കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾ പാസീവ് ഉപയോഗിക്കേണ്ടതില്ല. എന്നാൽ സ്വയം കഴിവില്ലാത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം കഴിവില്ലാത്തതാണെങ്കിൽ നിങ്ങൾ പാസീവ് ഉപയോഗിക്കണം. പാസീവ് ഉപയോഗിക്കുമ്പോൾ ഏതാണോ ടെൻസ് ആ ടെൻസ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പാസീവിലോട്ടാണ് മടങ്ങേണ്ടത്. നിങ്ങൾക്കറിയുന്നൊരു പാസീവിലോട്ട് മടങ്ങിയതുകൊണ്ട് കാര്യമില്ല. ഓക്കെ ആണോ? ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ശ്രദ്ധിക്കണം. ഫ്യൂച്ചർ പെർഫെക്റ്റിൽ ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചതെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് മാർക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഇതൊന്നും കുട്ടികൾക്ക് അറിയാത്തതുകൊണ്ടാണ് മക്കളെ ഇതൊക്കെ നിങ്ങൾക്ക് പ്രയാസമായി മാറുന്നത്. കാര്യത്തിൻ്റെ കാതൽ വശം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ മാർക്ക് നേടിക്കൂടെ? എന്താ നിങ്ങളിതൊന്നും മനസ്സിലാക്കാത്തത്? ഇങ്ങനെയൊക്കെ ഈ നല്ല അതിൻ്റെ യഥാർത്ഥ വേർഷൻ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ യഥാർത്ഥ റൈറ്റ് വേ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചോദ്യത്തെ സമീപിച്ച് കഴിഞ്ഞാൽ എന്തൊരു എളുപ്പത്തിൽ വളരെ സിമ്പിളാവൂലേ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ, തെറ്റരുതേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന ടെൻസ് നമ്മൾ പരിപൂർണമാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ ഉണ്ടോ? ഒന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഇങ്ങനെ പ്രീവിയസ് ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വളരെ വ്യക്തമായിട്ട് ഇതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മാത്രമേ ചോദിക്കുള്ളൂ. എന്ത്? ഈ ഭാഗത്ത് നിന്ന് മാത്രമേ ഇനി ഇല്ല ചോദിക്കാൻ. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ടെൻസുമായി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ കുറച്ച് ചോദ്യം ഞാനിവിടെ തരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക?
ക്ലാസ് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് അത് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.